വി.ഡി. സതീശന് വേണ്ടി പത്തനംതിട്ടയിലും ഫ്ലെക്സ് ബോർഡ് ഉയർന്നിട്ടുണ്ട് കേട്ടോ. നിയുക്ത മുഖ്യമന്ത്രി നിലപാടുകളുടെ രാജകുമാരൻ സതീശൻ എന്നാണ് ഈ ഫ്ലെക്സിലെ വാചകം. കേരളത്തിന്റെ ഭാവി ഈ കൈകളിൽ സുരക്ഷിതമാണെന്നും ഫ്ലെക്സിൽ പറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിന് സമീപത്താണ് ഈ ഫ്ലെക്സ് ഉയർന്നിരിക്കുന്നത്. ശ്രീരാജ് വിവരങ്ങളുമായി ചേർന്നു. ശ്രീരാജ്, ഇടുക്കിയും അതേപോലെ തന്നെ എറണാകുളവും കണ്ണൂരും ഒക്കെ കഴിഞ്ഞ് പത്തനംതിട്ടയിലും ഫ്ലെക്സ് ഉയർന്നു സതീശന് വേണ്ടി. സേതു, മണിക്കൂറുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ബാക്കിയുള്ളത്. UDF അധികാരത്തിൽ വരുമോ അതോ LDF തന്നെ തുടരുമോ എന്ന കാര്യത്തിലെല്ലാം തന്നെ എന്താണ് ജനവിധി എന്നറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. പക്ഷേ കോൺഗ്രസ് ക്യാമ്പുകളിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. സേതു സൂചിപ്പിച്ചതുപോലെ വിവിധ ജില്ലകൾ കടന്ന് പത്തനംതിട്ട ജില്ലയിലേക്കും അത് എത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് പത്തനംതിട്ട ജില്ലയുടെ ജില്ലാ സ്റ്റേഡിയത്തിന് സമീപവും അതുപോലെ വിവിധ ഭാഗങ്ങളിലും വി.ഡി. സതീശന് വേണ്ടിയിട്ട് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. നീല നിറത്തിൽ വി.ഡി. സതീശന് പത്തനംതിട്ട ജില്ലയുടെ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഫ്ലെക്സ് ഉള്ളത്. അതുപോലെ കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് വി.ഡി. സതീശനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. കേരളത്തിന്റെ ഭാവി ഈ കൈകളിൽ സുരക്ഷിതം, ഇത്രയുമാണ് ആ ഫ്ലെക്സ് ബോർഡുകളിലുള്ളത്. വി.ഡി. സതീശന്റെ നല്ല ഫോട്ടോ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ആ ഫ്ലെക്സ് ബോർഡുകൾ അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. രാവിലെ DCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം ഫ്ലെക്സ് ബോർഡുകൾ കണ്ടു. ഏതെങ്കിലും തരത്തിൽ അറിയില്ല ആരാണ് ഫ്ലെക്സ് ബോർഡുകൾ വെച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് വിവരം ലഭിക്കുന്നത്. എന്തായാലും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട് വി.ഡി. സതീശന് വേണ്ടി. പത്തനംതിട്ട ജില്ലയുടെ ആശംസകൾ, പത്തനംതിട്ട ജില്ലയുടെ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ഭാവി കൈകളിൽ സുരക്ഷിതമെന്നും ആ ഫ്ലെക്സ് ബോർഡിൽ പറയുന്നു. സേതു. ഓക്കെ ശ്രീരാജേഷ്, ശരി. ഇപ്പം വി.ഡി. സതീശന് വേണ്ടി വോട്ടെണ്ണലിന്റെ തലേന്നാളും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരിക്കുകയാണ്.